പ്രിയപ്പെട്ടവരെയെല്ലാം എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കഥ വായന തുടങ്ങിയത് കുറച്ച് കണ്ണുകാണാത്ത കുട്ടികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. റേഡിയോ മാംഗോയിൽ വന്നൊരു അനൗൺസ്മെൻ്റ് ആണ്. അതിൽ ആ നമ്പർ ഞാൻ എഴുതിയെടുത്തിട്ട് വിളിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക്, കുട്ടികളല്ല മുതിർന്നവരും ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് കഥ വായിച്ചിട്ട് തുടങ്ങി. എനിക്ക് അറിയണ്ടായിരുന്നില്ല എനിക്ക് വായിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും വായിച്ചു തുടങ്ങി. അവിടെയാണ് കഥയുടെ തുടക്കം. പിന്നെ അത് ഞാൻ ഇത്തിരി പ്രായമായ അമ്മമാരുണ്ട്, അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ അയച്ചു കൊടുക്കുമായിരുന്നു. ആ വോയിസ് കേട്ടപ്പോൾ അവരും പറഞ്ഞു, അയ്യോ കേൾക്കാൻ നല്ല രസമുണ്ട്, അപ്പൊ അതൊന്നും വീഡിയോ ഇട്ടാൽ അവർക്കത് എന്നെ കാണും ചെയ്യാം, അങ്ങനെ കേൾക്കാനൊരു വേറൊരു കൗതുകം. അപ്പൊ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ. പിന്നെ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ടാവാം, വായന ശീലമുണ്ടായിട്ടും സമയം കിട്ടാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഓരോരുത്തരെ സഹായിക്കാലോ എന്ന് കരുതിയാണ് വായന തുടങ്ങിയത്. അപ്പോൾ ഇപ്പൊ ചിലര് തീരെ പരിചയമില്ലാത്തവർ തന്നെയാണ് എനിക്ക് ചില കമന്റ്സ് വരുമ്പോൾ സന്തോഷമുണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, ഒന്നോ രണ്ടോ കമന്റ്സേ ഉള്ളൂ. അതിലൊരു കുട്ടി പറഞ്ഞിരിക്കുന്നത്, ആ കുട്ടിക്ക് രാത്രി ഉറക്കം കിട്ടില്ല, മനസ്സമാധാനം കിട്ടിയാലും ഉറക്കം കിട്ടാത്ത ചില ദിവസങ്ങളുണ്ട്. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസിന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫിലിം കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ സംഭാഷണങ്ങൾ, ഇന്റർവ്യൂസ് അങ്ങനെ കണ്ട് എങ്ങനെയോ ബുദ്ധിമുട്ടിയാണ് ഉറങ്ങാറ്. പക്ഷേ ഇപ്പൊ എൻ്റെ വായന കേട്ടിട്ട് ആ കുട്ടിക്ക് അതിൽ ലയിച്ചങ്ങ് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിപ്പരം ഒരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. അത്രയും സന്തോഷം. പിന്നെ ഒരു സ്മിത യൂട്യൂബിൽ കമന്റ് ചെയ്തിരുന്നു. അതാവുമ്പോൾ എനിക്ക് പേര് എടുത്ത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറയാണ്. വായനാശീലം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, സമയം കിട്ടാറില്ല, സമയം കിട്ടുമ്പോഴെല്ലാം ഓടി വന്ന് ഞാൻ വായിക്കുന്ന കഥകൾ കേട്ടുകൊള്ളാം എന്നൊരു ഉറപ്പ് തന്നു. അതും എനിക്ക് വലിയ സന്തോഷമായി. വളരെ ചുരുങ്ങിയ ആൾക്കാരെ കേൾക്കുന്നുള്ളൂ, അത് തന്നെ മുഴുവൻ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. ഒന്ന് രണ്ട് പേർക്കെങ്കിലും അത് മനസ്സിന് സുഖം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടെ. അപ്പോൾ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാടിന്റെ ഹാസ്യം ഗോപിനാഥം എന്ന പുസ്തകത്തിലെ അടുത്ത കഥയാണ് വായിക്കാൻ പോകുന്നത്. മാക്കാച്ചി എന്ന കഥയാണ് കേട്ടോ. കേൾക്കാം എന്താ ഈ മാക്കാച്ചി എന്നുള്ളത്. ടോക്കിയോയിൽ നിന്ന് ഒരു സന്ദേശം. ഷിക്കാക്ക മാക്കാച്ചി തിരുവനന്തപുരത്ത് എത്തുന്നു. ഒരാളുടെ പേരാണ് മാക്കാച്ചി. തുടർന്ന് സന്ദർശനത്തിന്റെ വിശദാംശങ്ങളും ഫാക്സും. ഷിക്കാക്ക മാക്കാച്ചിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. കാറുകൾ, കപ്പലുകൾ തുടങ്ങിയ അല്ലറ ചില്ലറ സാധനങ്ങൾ നിർമ്മിച്ച് ലോകം മുഴുവൻ വിൽപ്പന നടത്തുന്ന ജപ്പാനിലെ വ്യവസായശാലയിലെ മറൈൻ ഡിവിഷന്റെ പ്യാവം ജനറൽ മാനേജർ. പഴുത്ത പേരക്കയുടെ നിറം, അല്പം കഷണ്ടിയുള്ള തല, ചിരിക്കുമ്പോൾ കണ്ണുകൾ രണ്ടും അപ്രത്യക്ഷമാകും. പിന്നെ ചിരി തീർന്നാലേ അവ പുറത്തു വരൂ. ആളുടെ ഒരു രൂപം പിടികിട്ടിയല്ലോ അല്ലെ? ഇനി ബാക്കി. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് ഷിക്കാക്ക മാക്കാച്ചി 2 ചെറു കപ്പലുകൾ തന്നിരുന്നു. അവയുടെ പ്രവർത്തനം പരിശോധിക്കാനാണ് ഷിക്കാക്ക മാക്കാച്ചി ഇപ്പോൾ വരുന്നത്. ആദ്യം വന്നത് കപ്പലുകൾ ഔദ്യോഗികമായി കൈമാറുന്നതിനായിരുന്നു. 2ാം വരവിൻ്റെതാണ് ഇപ്പോഴത്തെ വിളംബരം. ആദ്യ വരവിൽ കൊച്ചി വിമാനത്താവളത്തിൽ പറന്നു വീണ മാക്കാച്ചിയെ ചുവന്ന പരവതാനിയിൽ ചുരുട്ടിയെടുത്താണ് ഞാൻ സ്വീകരിച്ചത്. പിന്നീട് ഒരു നക്ഷത്ര ഹോട്ടലിൽ കയറ്റി ഉച്ചഭക്ഷണവും കഴിപ്പിച്ച് കപ്പലും കാണിച്ച് സന്ധ്യയോടെ തിരുവനന്തപുരത്തേക്ക് കൂട്ടി. പിറ്റേന്നാണ് അവിടെ മന്ത്രി മഹോദയുമായി ചർച്ച. നക്ഷത്ര ഹോട്ടലിലെ ബില്ല് ഇടയ്ക്കിടെ നോക്കിയപ്പോൾ എന്റെ കണ്ണിൽ നിന്ന് അനേകം സ്വർണ്ണ നക്ഷത്രങ്ങൾ പറന്ന് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. ഏറ്റവും വില കൂടിയ വിദേശ മദ്യമാണ് മാക്കാച്ചി ചുക്കുവെള്ളത്തിന് പകരം പാനം ചെയ്തിരുന്നത്. മദ്യപാനത്തിന്റെ ചെലവ് എഴുതിയെടുക്കാൻ സർക്കാരിൽ വകുപ്പില്ലാത്തതിനാൽ സംഖ്യ സ്വന്തം പോക്കറ്റിൽ നിന്ന് പോകുമെന്നോർത്തപ്പോൾ ആതിഥേയനായ ഞാൻ വിവശനായി. കൊല്ലത്തെ നീണ്ടകര പാലത്തിൽ കാർ കയറിയപ്പോൾ മത്സ്യഗന്ധം മിസൈൽ പോലെ മൂക്കിനുള്ളിലേക്ക് കയറുകയും ഷിക്കാക്ക മാക്കാച്ചി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്തു. ആ സന്ദർഭമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. എവിടെയാണ് രാത്രി ഭക്ഷണത്തിനായി കാർ നിർത്തേണ്ടത് എന്ന അർത്ഥത്തിൽ ഡ്രൈവർ എന്റെ നേരെ തല തിരിച്ചു നോക്കി. ഞാൻ അത് ഗവനിക്കാതെ ഷിക്കാക്ക മാക്കാച്ചിയോട് ചോദിച്ചു,
മിസ്റ്റർ മാക്കാച്ചി, താങ്കൾ ദോശ തിന്നിട്ടുണ്ടോ? ഇല്ല. എന്താണ് ആ സാധനം? കേരളത്തിന്റെ ദേശീയ അത്താഴ ഭക്ഷണമാണ്. തട്ടുദോശ എന്നാണ് പുരാതന കാലം മുതൽ അറിയപ്പെടുന്നത്. എങ്കിൽ എനിക്ക് കഴിക്കണം. കേരള സ്റ്റേറ്റ് എന്ന ചുവന്ന ബോർഡ് വെച്ച കാർ കൊല്ലത്ത് സലാഹുദ്ദീന്റെ തട്ടുകടയോട് ചേർന്ന് നിന്നു. എന്നെ കണ്ട് സലാഹുദ്ദീൻ സന്തോഷ പ്രകടനം നടത്തി. കൂടെ ഒരു വിദേശിയെ കണ്ടപ്പോൾ സലാഹുദ്ദീന്റെ സന്തോഷം ഇരട്ടിയായി. വിശിഷ്ടാതിഥികൾക്കും രാഷ്ട്രത്തലവന്മാർക്കും വേണ്ടി മാത്രം സ്പെഷ്യലായി ഉപയോഗിക്കുന്ന പ്ലേറ്റുകളും കപ്പുകളും സലാഹുദ്ദീൻ തട്ടുകടയുടെ അടിയിലെ രഹസ്യ അറയിൽ നിന്ന് പുറത്തെടുത്ത് ആവി പറക്കുന്ന തിളച്ച വെള്ളത്തിൽ മുക്കി സ്റ്റെറിലൈസ് ചെയ്തു. ഞാനും ഭാര്യയും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു രാത്രി യാത്രയിൽ ഈ തട്ടുകടയ്ക്ക് മുൻപിൽ വാഹനം നിർത്തി ദോശ, ചട്നി, ഓംലെറ്റ് കഴിച്ചു. വൃത്തിയുടെ കാര്യത്തിൽ ഒരു അഖില ലോക വൃത്തിയസ്റ്റായ സഹധർമ്മിണി സലാഹുദ്ദീന്റെ സ്റ്റെറിലൈസ്ഡ് ഹോസ്പിറ്റാലിറ്റിയിൽ വീണുപോയി. അതോടെ രാത്രി യാത്രകളിൽ സലാഹുദ്ദീന്റെ ദോശപ്പീടിക കാണുമ്പോൾ കാർ തനിയെ നിൽക്കും. സലാഹുദ്ദീന്റെ മകന് ഒരു ദിവസം കഴക്കൂട്ടം വരെ കാറിൽ ഒരു ലിഫ്റ്റ് കൊടുത്തതോടെ ബന്ധം കൂടുതൽ ദൃഢമായി. ചൂട് ദോശകൾ ദോശക്കല്ലിൽ നിന്ന് സീൽക്കാര ശബ്ദത്തോടെ വേർപെട്ട് ഞങ്ങളുടെ പ്ലേറ്റുകളിൽ നിരന്നു. ഒപ്പം പലതരത്തിലും രുചിയിലുമുള്ള ചട്നികളും കൂട്ടുകറികളും. ഓപ്പൺ എയറിൽ കാലാടും ബെഞ്ചുകളിൽ ഇരുന്ന് ഇലച്ചീന്തിൽ ദോശ തിന്നുകൊണ്ടിരുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കൾ ജപ്പാൻകാരൻ ദോശ ഭക്ഷിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നു. കൈ കഴുകാൻ വെള്ളവുമായി ഒരു കള്ളച്ചിരിയോടെ വന്ന ഡ്രൈവറോട് ഞാൻ ആത്മഗതമെന്നോണം പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് എറണാകുളത്തെ ഹോട്ടലിൽ കയറ്റിയതിന്റെ ബില്ല് കണ്ട് എന്റെ തല ചുറ്റിയടേ. രാത്രി ഭക്ഷണത്തിന് അതുപോലെ ഒന്നുകൂടി കയറിയാൽ ഞാൻ തെണ്ടിപ്പോകും. ചട്നിയുടെ എരിവ് വകവയ്ക്കാതെ ഷീക്കാക്ക മാക്കാച്ചി ഇഷ്ടം പോലെ ദോശ തിന്നുകയും ഈ ഗ്രേറ്റ് എക്സ്പീരിയൻസിന് എന്നോട് നന്ദി പറയുകയും ചെയ്തു. 50 രൂപയുടെ ഒരു പുത്തൻ നോട്ടെടുത്ത് ഞാൻ തട്ടുകട ചേംബർ ഓഫ് കോമേഴ്സ് ഉദ്യോഗസ്ഥൻ സലാഹുദ്ദീന് കൊടുത്തപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട ഒരു 5 രൂപയുടെ നോട്ട് സലാഹുദ്ദീൻ എനിക്ക് മടക്കി തന്നു. ഡ്രൈവർ വീണ്ടും കള്ളച്ചിരി ചിരിച്ചു. ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ വിലക്കി, ചിരിക്കാതെടേ, മാക്കാച്ചിക്ക് സംഗതി പിടികിട്ടും. അയ്യോ, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞപ്പോ പാവം പറ്റാതെയായി. അവസാനം വിദേശീയനായ മാക്കാച്ചിയെ ഒരു തട്ടുകടയിൽ കയറ്റി തട്ടുദോശയും കൊടുത്ത് വയറും നിറച്ച് അവസാനം തിരുവനന്തപുരത്ത് കൊണ്ടിറക്കി. നല്ല കഥ അല്ലേ? നമുക്കൊക്കെ പറ്റുന്ന അനുഭവം പോലെയില്ലേ? അടുത്തൊരു കഥയും കൂടെ വായിച്ചാലോ? ശ്വാനപുരാണം. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം. സുമതിയമ്മയുടെ മകൻ ബാലു നീട്ടിപ്പാടി. അച്ചുനായർ ഇത് കേട്ടുവന്ന് ബാലുവിന്റെ ചെവി പിടിച്ച് തിരുമ്മി. ചെറുക്കൻ വലിയ വായിൽ കരഞ്ഞു. സുമതി അമ്മയും സംബന്ധക്കാരൻ അച്ചുനായരും തമ്മിൽ ഇതിന്റെ പേരിൽ ഇടഞ്ഞു. അച്ചുനായരുടെ ന്യായീകരണം: ഇവൻ നായോരു എന്നതിനു പകരം നായര് എന്നാണ് പാടുന്നത്. മറ്റുള്ളവർ കേട്ടാൽ വിചാരിക്കുകയില്ലേ അതെന്നെ പറ്റിയാണെന്ന്? എത്ര വാസ്തവമായ പ്രസ്താവം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അയൽക്കാരായിരുന്ന അച്ചുനായരും അദ്ദേഹത്തിന്റെ ഭർത്താവ് സുമതി അമ്മയും ഇപ്പോൾ എവിടെയാണാവോ? പോലീസിൽ ചേരണമെങ്കിൽ നായയായി ചേരണം. ഹെഡ് കോൺസ്റ്റബിൾ ആയി റിട്ടയർ ചെയ്ത ശ്രീമാൻ മാത്തപ്പൻ എന്നോട് പറഞ്ഞു. തുടർന്ന് കാരണങ്ങളും നിരത്തി. ഉഗ്രനാഹാരം, വിറ്റമിൻ ഗുളിക, ശുശ്രൂഷിക്കാൻ പ്രത്യേക ഡോക്ടർ, യാത്ര ചെയ്യാൻ പ്രത്യേക വാഹനം, അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കർത്താവേ പോലീസ് നായ്ക്കുള്ളത്. ചത്തുപോയാലോ സംസ്ഥാന ബഹുമതിയും ബ്യൂഗിൾ വാദനവും ആകാശത്തേക്കുള്ള റൈഫിൾ വെടിവയ്പും ചേർത്തുള്ള ഖബർ അടക്കം. കുറ്റകൃത്യം തെളിയിക്കാൻ അവൻ വരുന്ന വരവ് കണ്ടിട്ടുണ്ടോ? നാട്ടുകാരെല്ലാം ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് നോക്കുക. ചിലരുടെയൊക്കെ മുട്ട് കൂട്ടിയിടിക്കും. അവൻ ഗന്ധം പിടിച്ച സീരിയസ് ആയി മുൻപേ നടക്കും. SP അദ്ദേഹം വരെ അവന്റെ പിന്നിലേ നടക്കൂ. അതാണ് പട്ടി അദ്ദേഹത്തിന്റെ പദവി. അതാണ് സാറേ ഞാൻ പറഞ്ഞത്, പോലീസിൽ ചേരണമെങ്കിൽ നായയായി ചേരണമെന്ന്. വെങ്കിട സുബ്രഹ്മണ്യയ്യർ ഒരു സർക്കാർ ഓഫീസിന്റെ പിൻഭാഗത്ത് ഒരു ക്യാൻറ്റീൻ തുടങ്ങി. ആ ഓഫീസിലെ ഒരു സുഹൃത്തിനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ വെങ്കിട സുബ്രഹ്മണ്യയ്യർ ആണ് ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്ന് തന്നത്. എങ്ങനെയുണ്ട് സ്വാമി ബിസിനസ്?
എല്ലാവരും 1-ാം തീയതിയോട് അടുപ്പിച്ച് കാശെല്ലാം കൃത്യമായി തരുന്നുണ്ടോ? മുൻപരിചയം വെച്ച് ഞാൻ ലോഹ്യം ചോദിച്ചു. ആ, അങ്ങനെ ഒരുവിധം പോകുന്നു സാർ. ഇവിടെ കൃത്യമായി പൈസ തരാത്ത നായിന്റെ മോന്മാരുണ്ട്, കൃത്യമായി പൈസ തരുന്ന നായിന്റെ മോന്മാരും ഉണ്ട്. ഇങ്ങനെ എല്ലാവരും കൊച്ചു 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 കഥകൾ പോലെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. ഞാൻ കോളേജ് വിദ്യാർത്ഥി ആയിരുന്ന കാലം പനങ്ങാട്ടേക്കുള്ള ബോട്ട് കാത്ത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിൽക്കുകയായിരുന്ന എന്റെ അച്ഛനെ ഒരു മധ്യവയസ്കൻ സമീപിച്ചു. കയ്യിൽ ഒരു കാക്കി സഞ്ചിയും ഉണ്ടായിരുന്നു. സാറിന്റെ മോൻ ഒരു നായക്കുട്ടിയെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രാജപാളയം ബ്രീഡാണ്. ഇവൻ വലുതാവുമ്പോൾ നാട് കിടുങ്ങും. ഇത്രയും പറഞ്ഞ് കാക്കി സഞ്ചി അച്ഛനെ ഏൽപ്പിച്ച 100 രൂപയും വാങ്ങി കക്ഷി അപ്രത്യക്ഷനായി. ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സപ്പോട്ട മരത്തിന്റെ താഴത്തെ കൊമ്പിൽ സഞ്ചിയിൽ നിന്ന് തല പുറത്തിട്ട് ഒരു നായക്കുട്ടി. ഇതെവിടുന്ന് കിട്ടി? നായപ്രേമിയായ ഞാൻ അന്വേഷിച്ചു. അച്ഛൻ വിവരം പറഞ്ഞു. ഞാൻ മിഴിച്ചു നിന്നു. ഞാൻ ആരോടും നായക്കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടില്ല. അച്ഛനെ അയാൾ പറ്റിച്ചതാണ്. ഓ പോട്ടെ, 100 രൂപയല്ലേ, അമ്മ ആശ്വസിപ്പിച്ചു. നായക്കുട്ടിയെ ഞാൻ വന്നിട്ട് സഞ്ചിയിൽ നിന്ന് എടുക്കുമെന്നതിനാൽ ആരും അതിനെ തൊട്ടിരുന്നില്ല. ഞാൻ സഞ്ചിയിൽ നിന്ന് രാജപാളയങ്കോടനെ പുറത്തെടുത്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് കക്ഷി പെൺവർഗത്തിൽ പെട്ടതാണെന്ന്. ഒടിഞ്ഞു മടങ്ങിക്കിടന്ന ചെവി ദിവസങ്ങൾക്കുള്ളിൽ റോക്കറ്റ് പോലെ ഉയർന്നു. താഴ്ന്നു കിടന്ന വാൽ പോസ്റ്റ്മാൻമാർക്ക് പണ്ടുകാലത്ത് സർക്കാർ കൊടുത്തിരുന്ന കാലംകുടിയുടെ കാല് പോലെ വളഞ്ഞു പൊങ്ങി. കക്ഷിയുടെ ഇഷ്ടാഹാരം മണ്ണായിരുന്നു. നേരെ നടക്കാൻ ശേഷിയില്ലാത്തതിനാൽ കുടിയന്മാരെ പോലെയായിരുന്നു ചലനം. വെറുതെ നിൽക്കുമ്പോൾ ഒടിയാറായ ബെഞ്ച് പോലെ 2 കാൽ മുൻപോട്ടും 2 കാൽ പിന്നിലേക്കും നിലകൊണ്ടു. എന്തിനധികം പറയുന്നു, ഇടാൻ ഒരു പേര് പോലും കണ്ടെത്തുന്നതിന് മുമ്പ് ശ്വാനകുമാരി ബാലചരമം അടഞ്ഞു. ആ പട്ടിക്കുട്ടി മരിച്ചുപോയി. അയ്യോ കഷ്ടല്ലേ. ഇനി ഒരെണ്ണം കൂടിയുണ്ടേ, അതുകൂടെ വായിക്കാം. ചരിത്രത്തിലെ വീരനായകന്മാരുടെ പേരാണ് ശ്വാനന്മാർക്കിടാറുള്ളത്. ഞങ്ങളുടെ പട്ടിയുടെ പേര് നാരായണ മേനോൻ എന്നാണ്. ഇങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ തമാശയാണെന്നാണ് ഞങ്ങൾ അതിഥികൾ വിചാരിച്ചത്. നാരായണ മേനോൻ, കം ഹിയർ. സുഹൃത്ത് നീട്ടി വിളിച്ചപ്പോ ഒരു നാടൻ പട്ടി ഓടിയെത്തി ഡിസ്കോ ഡാൻസുകാരിയെ പോലെ വാൽ ഉൾപ്പെടുന്ന ശരീരത്തിന്റെ പിൻഭാഗം ഇളക്കി മുൻപിൽ നിന്നു. ഞങ്ങളുടെ സംശയം മാറി. ആ പേരിടാനുള്ള കാരണവും സുഹൃത്ത് വിശദമാക്കി. എതിർവശത്തെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ദേഹമാണ് നാരായണ മേനോൻ. വാടക എല്ലാ മാസവും തരാത്ത, വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്ന ടെനന്റിനെ കുടിയൊഴിപ്പിക്കാൻ ഈ ഒരു മാർഗമേ ഫലിച്ചുള്ളൂ അത്രേ. സുഹൃത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും നാരായണ മേനോൻ കം ഹിയർ വിളിയും പട്ടിയെ കളിപ്പിക്കലും സഹിക്കാനാവാതെ അവസാനം സാക്ഷാൽ നാരായണ മേനോൻ കെട്ടുകെട്ടി വീടൊഴിഞ്ഞു എന്നാണ് ഐതിഹ്യം. കൊള്ളാല, എന്തൊക്കെ സൂത്രങ്ങളാ നോക്കണേ. ഓരോരോ കഥകളും ഓരോ തരത്തിലും നമുക്ക് ആനന്ദം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ രചനയുടെ ശൈലിയും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓരോന്ന് വായിച്ചു വരുമ്പോൾ താല്പര്യം കൂടി വരിക. കേൾക്കുന്ന നിങ്ങൾക്കും അതുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.